എൻ്റെ കയ്യിലുണ്ടല്ലോ കുറേ ആയിട്ട് കുറച്ച് സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അതിൽ ഞാനൊരു വീടിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പം ഇതുപോലത്തെ സ്റ്റിക്സ് ഒക്കെ കിട്ടൂല. അപ്പോൾ അതൊന്നും കളയണ്ട. ഇതുപോലത്തെ ഒരുപാട് ഐഡിയകളുണ്ട് പിൻട്രസ്റ്റിലൊക്കെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. പിന്നെ അതുമല്ല, ഇതൊന്നും ചെയ്യാൻ കുറേ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയകളാട്ടോ ഇതൊക്കെ. ഇത് നിങ്ങൾക്ക് വാൾ ഡെക്കോർ ആയിട്ടും അതേപോലെ തന്നെ ടേബിൾ ഡെക്കോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഇത് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഞാനൊരു പിങ്ക് കളർ കേട്ടോ ആഡ് ചെയ്യുന്നത്. ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിങ്ക് കളർ ആകുമ്പം ഒന്നും കൂടി ഭംഗിയായിക്കാരം. പിന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതും ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊരു ഹാട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.